ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ അയോധ്യ നഗരത്തിൽ സരയൂ നദിക്കരയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രമാണ് രാം മന്ദിർ അഥവാ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം. ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ ബാലരൂപമായ ഭഗവാൻ രാംലല്ല വിരാജമാൻ ആണ്. 70 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശൈലിയും ആധുനിക ശൈലിയും എഞ്ചിനീയറിംഗ് വിസ്മയവും ചേർന്ന സവിശേഷമായ മനോഹരമായ നിർമ്മിതിയാണ്. ശ്രീരാമ ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ക്ഷേത്രത്തിനു സമീപമുള്ള ഹനുമാൻ ഗാർഗി സന്ദർശിച്ചിരിക്കണം. ഹനുമാൻ ഗാർഗിക്ക് സമീപമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജുദോർ മന്ദിരം കാണാം. ഇത് അയോധ്യ രാജാവ് ദശരഥ മഹാരാജാവിന്റെ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമായിരുന്നു. ഇതുവഴിയാണ് ശ്രീരാമനും സഹോദരങ്ങളും വനവാസത്തിന് പോയതും തിരിച്ചു വന്നതും. 500 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പുതുക്കിപ്പണിതു. അടുത്തതായി കാണുന്നത് സ്ഥലം രാജാ ദശരഥനും കുടുംബാംഗങ്ങളും താമസിച്ചിരുന്ന കൊട്ടാരമാണ് ദശരഥ മകൾ. അടുത്തതായി അതിനു സമീപമായി കനകഭവൻ കാണാം. കൈകേയി സീതാദേവിക്കും ശ്രീരാമനും വിവാഹ സമ്മാനമായി കൊടുത്തതാണ് കനകഭവൻ. ഈ കൊട്ടാരത്തിലെ പ്രധാന പ്രതിഷ്ഠ സീതാദേവിയാണ്. ഇവിടെയെല്ലാം സന്ദർശിച്ചതിന് ശേഷം ലതാ മങ്കേഷ്കർ ചൗക്കിലേക്ക് പോകുന്നു. രാം മന്ദിർ റോഡിൽ നിന്നും 2 കിലോമീറ്റർ അകലെ ലതാ മങ്കേഷ്കർ ചൗക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വീണ. അയോധ്യയിലെ 40 അടി നീളവും 14 ടൺ ഭാരവുമുള്ള കൂറ്റൻ വീണാശില്പമാണ്. ഗായിക ലതാ മങ്കേഷ്കറുടെ ഓർമ്മയ്ക്കായി ശില്പി രാം വാൺജി സുന്ദറാണ് രൂപകൽപ്പന ചെയ്തത്. അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ച് അയോധ്യ ഡാമിൽ നിർമ്മിച്ച സരയൂ നദിക്ക് കുറുകെയുള്ള റെയിൽവേ ലൈനാണ്. ശ്രീരാമക്ഷേത്രത്തിന് സമീപമുള്ള റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ഡാം ജംഗ്ഷനാണ്. നയാഘട്ടിലെ അല്ലെങ്കിൽ രാം കി പൈഡി എന്ന് പറയും, അവിടുത്തെ ബോട്ടിംഗ് ആണിത്. വൈകുന്നേരം നടക്കുന്ന ബോട്ടിങ്ങിൽ പങ്കെടുത്താൽ നയാഘട്ടിലെ ആരതിയിൽ ഒഴുക്കി വിടുന്ന ദീപങ്ങളുടെ കാഴ്ച കാണാൻ കഴിയും. നദിയിൽ കൂടി ഒഴുകുന്ന ദീപക്കാഴ്ച കാണാൻ കഴിയും. നയാഘട്ടിലെ ദീപങ്ങളുടെ കാഴ്ചയും കാണാൻ കഴിയും. അതിൽ അടുത്തതായി പോകുന്നത് ഹനുമാൻ ക്ഷേത്രമാണ്. കുന്നിൻ മുകളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് മണിപർവ്വതം. അതാണ് ഇനി അടുത്തതായി കാണാൻ പോകുന്നത്. മണിപർവ്വതം എന്നറിയപ്പെടുന്ന ഹനുമാൻ ക്ഷേത്രം. ശ്രീരാമന്റെ കാവൽക്കാരനായ ഹനുമാനു പുറമെ സീതാദേവിയും ലക്ഷ്മണനും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയോധ്യ അങ്ങകലെ കാണാൻ കഴിയും. ശ്രീരാമന് കാവലായിട്ട് ഹനുമാനെ നിർത്തിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. അടുത്തതായി പുണ്യജല സംഭരണിയാണ്. ഈ സൂര്യ ക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിലെ ലൈറ്റ് ഷോ വളരെ പ്രസിദ്ധമാണ്. രാമായണ കഥ ആസ്പദമാക്കിയുള്ള ലേസർ ഷോയും സൂര്യവംശത്തെ പറ്റിയുള്ള സംഗീത ഷോയും ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ഇത് കാണാൻ എല്ലാ ദിവസവും വൻ തിരക്കാണ് ഇവിടെ. അടുത്തത് ഭരതന്റെ പേരിലുള്ള സ്ഥലമാണ്. അയോധ്യയിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് സഹോദരനായ ഭരതൻ ശ്രീരാമന്റെ മെതിയടിയും പൂജിച്ച് ഭരണം നടത്തിയത് ഈ ഗുഹയിൽ ഇരുന്നാണ്. ഈ ഗുഹയിൽ വെച്ചാണ് 14 വർഷം ഭരതൻ നാട് ഭരിച്ചത്. ഇവിടത്തെ വലിയ ജലസംഭരണിയും ബോട്ടിങ്ങും ആണ് ഇവിടെ കാണുന്നത്. ഹനുമാന്റെയും ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകൾക്ക് പുറമെ ഭരതന്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ഭരതൻ മെതിയടി പൂജ നടത്തിയതും
പൂജ ചെയ്ത ഗുഹയും ഭരതന്റെ പ്രതിഷ്ഠയും കാണാം. ഇവിടെയാണ് മെതിയടി പൂജ വെച്ചിരിക്കുന്നത്. ഇത് ഭരതന്റെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. ഈ ഗുഹയ്ക്കകത്താണ് ഭരതന്റെ ക്ഷേത്രമുള്ളത്. ഇവിടെ മെതിയടി പൂജയും എല്ലാ ഭക്തജനങ്ങളും എത്തുന്ന സ്ഥലമാണ്. ഈ ഗുഹയ്ക്കകത്ത് എല്ലാ ഭക്തജനങ്ങളും എത്തും. ഇവിടെ ഭരതന്റെ പ്രതിഷ്ഠയും അവിടെ മെതിയടികളും വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതൊരു പുണ്യ സ്ഥലമാണ്.